ഹലോ ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ഓണം വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ അല്ലേ? പലരും ട്രിപ്പൊക്കെ പോകുന്ന തിരക്കിലാണെന്നറിയാം. എന്നെപ്പോലെ ട്രിപ്പൊന്നും പോവാണ്ട് അറ്റത്ത് നോക്കിയിരിക്കുന്ന ടീമുകൾ വേറെ ഉണ്ടെന്നറിയാം. ഞങ്ങളും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ. അവന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ സർജറിനെ കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സർജറി ചെയ്യുന്നു, സർജറി കഴിഞ്ഞാൽ റെസ്റ്റ് വേണ്ട, നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് കിട്ടും, എന്നിട്ട് പിന്നെ റെസ്റ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, പിന്നെ ട്രിപ്പ് പോവാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. നമുക്ക് ട്രിപ്പ് പോകണം, വയനാട്ടിൽ റിസോർട്ട് എടുക്കണം എന്നൊക്കെ വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് കുറച്ച് മേജറാണ്. റെസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം നമ്മളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം എന്തായാലും ഉണ്ടെന്ന് പിന്നെയാണ് അവന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, സർജറി ആണല്ലോ നമുക്ക് മുഖ്യം, ട്രിപ്പല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരു പതിവൊന്നും ഞങ്ങൾക്കില്ല. വല്ലപ്പോഴും ഒരു ഇയർലി ഒരു ട്രിപ്പ്, അത് ഇന്ന ടൈമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു ടൈമിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പ്ലാൻ ചെയ്ത ആൾ അവനായിരുന്നു കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്നില്ല, ഇപ്പോഴും റെസ്റ്റിലാണ്. ഞാനിതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ അവൻ്റെ സർജറിയും അഡ്മിറ്റും ഡിസ്ചാർജും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതിനൊരു കണ്ടിന്യൂറ്റി തോന്നണമെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കാണുക. ഞാനിതാ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു, കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മൾ ഉമ്മക്കുട്ടി ഇവിടെ പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പുട്ടിനൊരു പ്രത്യേകത ഉണ്ട്, കുറച്ചധികം ഉപ്പിട്ടിട്ടാണ് ഉമ്മക്കുട്ടി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കുന്നത്. എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് കിച്ചണിലും കയറുന്ന ഒരു പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു പ്രതീതിയായിരുന്നു ഉമ്മക്കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിച്ചണിലൊന്നും കയറണ്ട, ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളതൊക്കെ ആയതുകൊണ്ടായിരിക്കും ചെറുതായിട്ട് കുറച്ച് ഒരു ഉപ്പിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നു ഉമ്മക്കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇതാ ഞാൻ പുറത്ത് പോയിട്ട് തീയൊക്കെ പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പുറത്താണ് തീ പിടിപ്പിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു പതിവില്ലല്ലോ, നിങ്ങൾക്കറിയാലോ, എൻ്റെ വീട്ടിലെ ഗ്യാസാണ്. ഇവിടെയും ഞങ്ങൾ ഗ്യാസിലാണ് എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലെ രാത്രിയിൽ എൻ്റെ അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ന് വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തീ പിടിപ്പിച്ചാണ് കേട്ടോ. ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തോട്ട് വന്നപ്പം ഇവിടെ ഇക്കാക്കൻ്റെ വൈഫ് ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവനിപ്പം ഇങ്ങനെ ലിക്വിഡ് ഫുഡ് മാത്രമേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറ്. അവന് സർജറിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റിൽ നിൽക്കുകയാണ്. രാവിലെ എണ്ണീറ്റ് അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ ലിക്വിഡായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. സൂപ്പ്, ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, ഇതുപോലെ പ്രോട്ടീൻ ഡ്രിങ്ക്, അങ്ങനെ മാത്രം. അതെല്ലാം 70 ml ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീക്സ് കഴിയണം. കുറച്ച് ഹെവി ഫുഡ്, അതും വളരെ ഹെവി ആയിട്ടല്ല, കഞ്ഞി അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്, അറിയില്ല. ഇനിയിപ്പം മൺഡേ ആകുമ്പം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം. അതുവരെ ഇങ്ങനെ പോട്ടെ. സ്റ്റിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ജസ്റ്റ് അടുപ്പിൻ്റെ അടുത്തോട്ടേക്ക് വന്നതാണ്. ഒന്നായിട്ട് ഞാൻ പുകയ്ക്കുന്നുണ്ട്. വലിയ ഐഡിയ ഒന്നുമില്ല, കുറേ കാലം കൂടി ഇങ്ങനെ അടുപ്പൊക്കെ കത്തിക്കുമ്പം എന്തോ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയായി വരണം. അനിയത്തി എണീറ്റിട്ടില്ല, അപ്പോൾ അവൾ എണീറ്റിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഞാനിതാ കിച്ചണിൽ വന്നിട്ട് ഉച്ചയ്ക്കുള്ള കറിക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ ഇക്കാക്കൻ്റെ വൈഫ് ഇക്കാക്കുള്ള വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ബീഫാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പണി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇക്കാക്കൊക്കെ വയ്യാത്തതുകൊണ്ട് വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അത് ആയല്ലോ. അതിനിടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഞാൻ ശരിക്ക് ബെഡ് കോഫി കുടിക്കുന്നത് ഇപ്പോഴാണ്. എണീറ്റ് വന്നിട്ട് ഒന്നും കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുമോ ബീഫ് കറിയിൽ? ഇവിടെ എൻ്റെ ഉപ്പക്ക് ബീഫ് കറിയിൽ ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ.
ഇത് നമ്മളെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിനുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി ഇടാനുള്ള ടൈമായി. ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇത് ചെയ്യുമ്പോൾ വല്ലാത്തൊരിഷ്ടം. ഇങ്ങനെ കുറേ കാലം കൂടിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. എന്തോ ചെയ്യാത്ത പുതിയൊരു കാര്യം ചെയ്യുന്ന ഒരു സന്തോഷം. ദൈക്കാക്കൻ്റെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളുടെ ക്യാബേജ് ദുരന്തമാണ് അടുത്തത്. ഞാനിങ്ങനെ വീട്ടിൽ ചെന്നാൽ ക്യാബേജ് അരിഞ്ഞ് എനിക്ക് മടുക്കും. എന്താണെന്നറിയില്ല, എൻ്റെ ഉപ്പാക്ക് ഇതില്ലാണ്ട് പറ്റൂല. ക്യാബേജ് എപ്പോഴും ഉപ്പേരിക്ക് വാങ്ങിക്കൊണ്ടുവരുള്ളൂ. പിന്നെ ഞങ്ങൾ ആരെങ്കിലും പറയണം വേറെ എന്തെങ്കിലും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇതന്നെ ആയിരിക്കും കേട്ടോ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഞാൻ അതിനിടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ, ഒരു ലോഡ് ക്യാബേജ് വാങ്ങിയിട്ട് അരിഞ്ഞു വെച്ചത് ഇങ്ങനെ എന്നും ഇത് അരിയാനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇതാണ് അനിയത്തീൻ്റെ ഹസ്ബൻഡ്. അവന് ചായ കുടിച്ചിട്ട് പിന്നെ ഷോപ്പിലേക്ക് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതെന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, രാവിലെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ട്രൈപോഡ് ഇല്ലാതാണ് കേട്ടോ. ഈ കുട്ടി ഉണ്ടല്ലോ, നമ്മളെ അയക്കുട്ടി, അതെടുത്തിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഞാൻ ഇനി തിരയാനായിട്ട് ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി അയ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുണ്ടാവുള്ള എന്ത് സാധനം കിട്ടിയാലും ആ സോഫേൻ്റെ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവെക്കൽ. പറയുമ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നോക്കിയപ്പോൾ അത് അവിടെ നിന്ന് കറക്റ്റ് കിട്ടി. അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾക്കത് ഓർമ്മയും വന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ പപ്പടമൊക്കെ പൊരിച്ച് അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ക്യാബേജൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ക്യാബേജ് ഇങ്ങനെ മഞ്ഞ കളറായി നിൽക്കുന്നതെന്നല്ലേ. ഞാൻ ക്യാബേജ് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ കുറച്ച് സമയം. എന്നിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാ ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഇനിയിപ്പോൾ ചിലതൊക്കെ പയറൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ലഞ്ചൊക്കെ റെഡിയായി. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.